കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ ആക്രമണമുണ്ടായി. ഹോസ്പിറ്റൽ വളപ്പിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന് നേരെ ആക്രമണമുണ്ടായി എന്നാണ് നിഖിൽ പ്രമേഷ് അറിയിക്കുന്നത്. ഓഫീസിന്റെ പ്രധാനപ്പെട്ട വാതിലുകളൊക്കെ തകർത്ത് കളഞ്ഞു. ഓഫീസിന്റെ അകത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ആക്രമണം നടക്കുന്ന സമയത്ത് ജീവനക്കാർ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പുറത്തുപോയതായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കേറ്റിട്ടില്ല. പ്രാണികൾ പരത്തുന്ന രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനാവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരോഗ്യ വിഭാഗമാണ് വെക്ടർ കൺട്രോൾ യൂണിറ്റ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ. ഈ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായത്. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ ആക്രമണം നടന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദൃശ്യമാണ്. നിഖിൽ പ്രമേഷ് ഈ ആശുപത്രി വളപ്പിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയൂ നിഖിൽ, വിവരങ്ങൾ പറയൂ. ഇന്നലെ രാത്രിയാണ് ഈ കേന്ദ്രം അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ വളപ്പിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം നടന്നത്. ഈ ഓഫീസിന്റെ പ്രധാന വാതിലടക്കം അത് അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, നേരത്തെയും ഈ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. ഈ വെക്ടർ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രാണികൾ പരത്തുന്ന രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനാവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ആരോഗ്യ വിഭാഗമാണ്. ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ കാരണം എന്ത് എന്നുള്ളത് വ്യക്തമല്ല. ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ജീവനക്കാരൊക്കെ പുറത്തായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആശുപത്രി അധികൃതർ ഇതിനോടകം തന്നെ വെള്ളയിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഇവർ സംശയിക്കുന്ന ഒരു കാര്യം, നേരത്തെ ഈ കേന്ദ്രത്തിൽ ഒരു മോഷണം നടന്നിരുന്ന സ്കാൻ, ആ സമയത്ത് ഇവിടെ നിന്ന് പമ്പടക്കം, ഇവർ ഈ പ്രാണിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പമ്പടക്കം മോഷണം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസിൽ പ്രതികൾ ഇപ്പോൾ ഒളിവിലിറങ്ങിയിട്ടുണ്ട്. അവരാണിത് നടത്തിയത് എന്നല്ല. പക്ഷെ അങ്ങനെ ഒരു സംശയം ഈ ആശുപത്രി അധികൃതർ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ഉൾഭാഗത്തടക്കം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബീച്ച് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. നേരത്തെ ഈ മാസങ്ങൾക്ക് മുൻപ് ഇവിടെ മോഷണം നടന്ന സമയത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പമ്പ് സെറ്റുകൾ ഉൾപ്പെടെ മോഷണം പോയിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ ഈ മോഷണം നടത്തിയ രണ്ടുപേരെ പിന്നീട് പിടികൂടുകയും ചെയ്തു. ആ പ്രതികൾ ഇപ്പോൾ പുറത്തു നിൽക്കവെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വെള്ളയിൽ പോലീസിന് ബീച്ച് ആശുപത്രി അധികൃതർ ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു ആശുപത്രിക്ക് നേരെ ഒരു ആക്രമണം നടക്കുക, ഇവിടെ ഈ ആശുപത്രി കെട്ടിടം നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു പക്ഷേ ഇവിടെ ജീവനക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ ആക്രമണം നടന്നത്. ഇതിൽ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് വെള്ളയിൽ പോലീസ് നമ്മെ അറിയിക്കുന്നത്. നിഖിൽ പ്രമേഷാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നമുക്കിപ്പം ചേർന്ന്. എന്തിനാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി ആരെങ്കിലും മദ്യപിച്ചിട്ട് ചെയ്താണോ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ചെയ്താണോ എന്ന് അറിയില്ല. എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.